ഹായ് ഓൾ ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്ന് സൂപ്പർ എൻട്രീസ് ഒക്കെ കിട്ടിയ ദിവസമായിരുന്നു. നിഫ്റ്റിയിൽ 2 ട്രേഡ് എടുക്കാൻ പറ്റി. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 1 ട്രേഡും നമ്മുടെ പുതിയ എൻട്രി മെത്തേഡിലൊക്കെ ഉള്ള ട്രേഡ്സൊക്കെ നമുക്കിന്ന് കിട്ടി. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ടാർഗറ്റും അച്ചീവ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ ഇന്ന് നിഫ്റ്റി റിവേഴ്സ് അയക്കുന്നത് നമ്മുടെ ആ ഒരു ബൈയിങ് സോണിൽ നിന്നായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ബൈയിങ് സോണിൽ നിന്നായിരുന്നു നിഫ്റ്റി ഇന്ന് അപ്സൈഡ് മൊമെൻറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായി കാണും. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഒരിക്കലും ഒരു ഡയറക്റ്റ് എൻട്രി പ്ലാൻ ചെയ്യില്ല. നമ്മൾ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനത് വഴിയെ പറയാം. നിഫ്റ്റി അറൗണ്ട് ഒരു 180 പോയിൻറ്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ ഒരു 780-790 പോയിൻറ്റോളം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മൂവ്മെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ നല്ല ട്രേഡ്സും എടുക്കാൻ പറ്റി, നല്ല ടാർഗറ്റും അച്ചീവ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എവിടെയായിരുന്നു, അതുപോലെ നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ തന്നെ ഒരു ഡൗൺ സൈഡ് മൊമെൻ്റ് ആയിരുന്നു. ഹൈ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഇതൊരു ഡൗൺ സൈഡ് എൻട്രി ആയിരുന്നു, ചെറിയൊരു എൻട്രി ആയിരുന്നു ഇത്. പെട്ടെന്ന് നമ്മൾ ആ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ ഒരു ചെറിയൊരു എൻട്രി, സ്കാൽപ്പിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ഒന്ന് ക്യാച്ച് ചെയ്തതാണ്. ഇവിടെ നിന്ന് ഈ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ചെറിയൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലോ വരെയായിരുന്നു ടാർഗറ്റ്. ആ ഒരൊറ്റ ക്യാൻഡിലിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് വന്നു. അത്യാവശ്യം നല്ലൊരു പോയിൻറ്റും കളക്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. അതും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റവും അതിൽ അത്യാവശ്യം നല്ലൊരു പോയിൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റി. 1:4 നമുക്ക് ടാർഗറ്റ് കിട്ടി. ഇങ്ങനെ 2 ചെറിയ എൻട്രീസ് ആയിരുന്നു. ചെറിയ എൻട്രീസ് ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം നല്ല ടാർഗറ്റ് ആയിരുന്നു, പക്ഷേ ക്വിക്ക് എൻട്രീസ് ആയിരുന്നു. എൻട്രിയും അതുപോലെ തന്നെ എക്സിറ്റും ക്വിക്കായിരുന്നു. അതാണ് ഞാൻ ചെറിയ എൻട്രീസ് എന്ന് ഉദ്ദേശിച്ചത്. ഒരുപാട് ഹോൾഡ് ചെയ്യേണ്ടി വന്നില്ല, നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടി, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടി. ആ 2 എൻട്രീസ് ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. അത് രണ്ടും ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള എൻട്രീസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ആ ഒരു ഇന്നലത്തെ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്തതാണ്, ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം ക്യാച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു എൻട്രി അങ്ങനെയാണ്. ഇത് പ്രോപ്പർ ആ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുള്ള ഒരു അപ്സൈഡ് എൻട്രി ആയിരുന്നു. ഈ ഒരു ഏരിയ വരെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഈ 2 എൻട്രീസ് ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഓവറോൾ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കുറേ അധിക സമയം കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. അതിന് ശേഷം ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. അറൗണ്ട് ഒരു 180 പോയിൻറ്റോളം നിഫ്റ്റി മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം കുറേ നേരം ഈ ഒരു എൻട്രീസിനൊക്കെ ശേഷം നല്ല കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു നിഫ്റ്റി. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെയൊന്നും നമുക്ക് പ്രോപ്പർ എൻട്രി മെത്തേഡ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു, അപ്സൈഡ് മൊമെൻറ്റം. അതുകൊണ്ടാണ് ഈ ഒരു എൻട്രി നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ആ ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഇവിടെ ഉണ്ടാക്കിയ ഈ ഫുൾ ഏരിയയിലെ ലിക്വിഡിറ്റി ഫുള്ളും ഇവിടെ നിന്ന് മാർക്കറ്റ് കളക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡൗൺ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. നല്ല ഫാസ്റ്റിനായിരുന്നു ഡൗൺഫോൾ. ആ ഒരു മൊമെൻറ്റം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. കാര്യം ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി എടുത്തുനിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സെല്ലിംഗ് പ്രഷറിൽ മനസ്സിലായി. ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ അങ്ങനെയാണ് ഡൗൺ സൈഡ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ക്വിക്ക് മൊമെൻറ്റത്തിൽ നമുക്ക് ആ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടി. അത്യാവശ്യം 1:8 അടുപ്പിച്ചു. 1:7.89 നമുക്ക് ടാർഗറ്റ് കിട്ടി. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല പോയിൻ്റ് ആയിരുന്നു. അത് ഒരു 100 പോയിൻറ്റിന് എബോവ് നമുക്ക് പ്രീമിയത്തിൽ കളക്ട് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു അത്. അപ്പോൾ ഇത്രയും എൻട്രീസ് ആയിരുന്നു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ കുറച്ചധികം സമയം കൺസോൾട്ടേഷൻ ഫേസ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ അതിന് ശേഷം കൺസോൾട്ടേഷൻ ആയിരുന്നു തന്നെ പറയാം. കാര്യം വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, രാവിലെ ആ ഒരു ഡൗൺഫോളും അതിന് ശേഷം പിന്നെ ഒരു സ്ലോ മൂവ്മെൻറ്റും ആയിരുന്നു. ഇവിടെ ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും ഈ ഒരു ഏരിയയിലും ഒരു ഇമ്പൾസീവ് മൂവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 എൻട്രീസ് ആയിരുന്നു ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വർക്ക്ഷോപ്പ് മെമ്പേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അവരും എൻട്രീസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ട്രേഡ്സൊക്കെ അവരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. നല്ല എൻട്രീസ് അവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻട്രി. ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കേസിലൊരു ബൈയിങ് സോൺ ഉണ്ട്, ഞാനൊന്ന് പറയാം. 21,915 അതുപോലെ 21,935 അതിനുള്ളിൽ ചെറിയൊരു സോൺ പറയുവാണെങ്കിൽ 21,929 അതുപോലെ 21,935
5. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇന്നൊരു ബൈയിങ് സോണും അതുപോലെ തന്നെ സെല്ലിംഗ് സോണും പറയാനായിട്ടില്ല. മുന്നേ ടച്ച് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്ന സോൺ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. ഡയറക്റ്റ് അവിടെ വരുമ്പോൾ ഒരിക്കലും ഒരു എൻട്രി എടുക്കാൻ നോക്കരുത്. കാര്യം നല്ല റിസ്കി എൻട്രീസ് ആയിരിക്കും. അത് റിയാക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. റിയാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ എപ്പോഴും അങ്ങനെ റിയാക്ട് ചെയ്തില്ല. ചിലപ്പോൾ SL കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ ഇത് നമുക്കൊരു എക്സ്ട്രാ കൺഫർമേഷനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വേണം എപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന സോണിൽ നിന്ന് നമ്മളും ഡയറക്റ്റ് എൻട്രീസ് മിക്കവാറും പ്ലാൻ ചെയ്യാറില്ല. നമ്മുടെ ആ ഒരു മെത്തേഡ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് എൻട്രീസ് എടുക്കുന്നത്. അവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ കൂടുതൽ ടൈമോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കൂടുതൽ ടൈമും നമ്മുടെ സോണിൽ നിന്ന് തരാറുണ്ട്. പക്ഷേ എങ്കിലും അത് റിസ്ക് ഉള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂവിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഇന്നും ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ. നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്